നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. മലർപ്പൊടി കച്ചവടക്കാരുടെ കൂടാരമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നു, പൊട്ടിച്ചിരിക്കുന്നു, കൊടിവെച്ച കാറിൽ പറക്കുന്നു. കറങ്ങുന്ന കസേരയും അനുചര വൃന്ദവും പോലീസും ആൾക്കൂട്ടവും ഒക്കെയായി മനോരാജ്യ വിചാരിപ്പിലാണ്ട് മുങ്ങിയാണ് ഉടുപ്പും നടപ്പും എല്ലാം. ആർസിയും കെസിയും വിഡിയും മുതൽ കെ മുരളീധരൻ വരെ ഉള്ളവർക്ക് മുഖ്യമന്ത്രിയാകണം. ഉപാചാപനം വാഴ്ത്തുപാട്ടുകാരും മുന്നും പിന്നും നിന്ന് അതിന് ആർപ്പുവിളി തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ ആർത്തി പിടിച്ചു നടന്ന കെ സുധാകരനും അടൂർ പ്രകാശും ഒക്കെ അച്ചടക്കമുള്ള കോൺഗ്രസുകാർ എന്ന താൽക്കാലിക വിസ്മയ കുപ്പായത്തിലാണ് ഇപ്പോൾ. ചുരുക്കി പറഞ്ഞാൽ സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരുടെ താവളമാണ് കോൺഗ്രസ്. മോതിരക്കൈ മുരടിച്ചിട്ടും മോഹങ്ങൾ മുരടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്നത് ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങൾ പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രം. അടിപ്പണിക്ക് ആരെക്കാളും മിടുക്കരാണ് കോൺഗ്രസുകാർ. സ്ഥാനാർത്ഥി കുപ്പായം കിട്ടാതെ പോയ MP-മാരാണ് നിലവിലുള്ള വലിയ തലവേദന. നരേന്ദ്രമോദി വാഴുന്ന ഡൽഹിയിൽ ഇനി വലിയ സാധ്യതകളില്ല എന്ന് എല്ലാ MP-മാർക്കും ധാരണയുണ്ട്. രാഹുൽജിയും പ്രിയങ്കാജിയും വരെ ഒരു കസേര തപ്പി ഇങ്ങ് വയനാട്ടിലേക്ക് ഓടിയതാണ് ചരിത്രം. വടക്കോട്ടൊന്നും നോക്കുകയേ വേണ്ട. സോണിയാജി വോട്ട് തേടി ജയിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മൊത്തത്തിൽ ശോകമാണ് കാര്യങ്ങൾ. പിന്നെ ആകെയുള്ള വഴി കേരളത്തിലെങ്ങാനും പറ്റിക്കൂടുക എന്നതാണ്. അതിന് കൊതിച്ചിരിക്കുമ്പോഴാണ് കെ സുധാകരനും അടൂർ പ്രകാശും അടക്കമുള്ള MP-മാർക്ക് സീറ്റ് വെട്ടി ഹൈക്കമാൻഡ് സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞത്. സുധാകരൻ പോയി സീറ്റുമായി വരുമെന്ന് മോഹിച്ചിരുന്ന കൊടിക്കുന്നിലാദ്യ MP-മാർക്കാണ് കിളി പോയത്. ആകെയുള്ള MP-മാരെ നഷ്ടപ്പെട്ടാൽ അഖിലേന്ത്യാ പാർട്ടിയുടെ പാർലമെന്റിലെ സ്ഥിതി ഓർത്തു പേടിച്ചാണ് ഖാർഗെയും രാഹുലും ചേർന്ന് കേരളത്തിലെ 8 കാലി മമ്മൂഞ്ഞുമാരെ കടും വെട്ടിയത്. ഇവിടാണേൽ ഫ്ലക്സ് ബോർഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നേതാക്കന്മാരെ കാണാൻ കിട്ടില്ല. ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിന് സ്വന്തം പടം വെച്ച് സ്വയം അഭിനന്ദിക്കുന്ന മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷാണ് അതിൽ മുന്നിൽ. കേരളത്തിലേക്ക് വന്ന എല്ലാ പദ്ധതികളും താനാണ് കൊണ്ടുവന്നതെന്നാണ് സുരേഷിന്റെ വാദം. ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസ് ചിറയിൻകീഴിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തരപ്പെടുത്തിയെന്നാണ് ഒടുവിൽ കേൾക്കുന്നത്. പത്തനാപുരത്തെ ഗണേഷ് മന്ത്രി ഗതാഗതം ഭരിക്കുന്നതിന്റെ ചരിത്രം കേട്ടപ്പോൾ മുതൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കേരളത്തിലെ ഗതാഗത വകുപ്പ് ഒരു ഹരമാണ്. അതുകൊണ്ടാണ് നഷ്ടത്തിലാണ് വകുപ്പ് ഓടുന്നതെങ്കിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന മോഹന വാഗ്ദാനം രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് പ്രഖ്യാപിച്ചതെന്നാണ് തൽപര കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ചിറയിൻകീഴിൽ ഫ്രീ യാത്ര നടത്തിയാണ് തോറ്റമ്പിയായ രമ്യ വാഗ്ദാനത്തിന് ഡബിൾ ബെല്ലടിക്കുന്നത്. ഇന്ദിര ഗ്യാരണ്ടിയാണ് പോലും. സംഗതി പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് പറഞ്ഞ് അരസികരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വണ്ടി അടക്കം പിടിച്ചെടുത്തു. വണ്ടി പഞ്ചറാകുമ്പോഴെങ്കിലും കണ്ടതെല്ലാം പകൽക്കിനാവാണെന്ന് കോൺഗ്രസുകാർക്ക് ബോധ്യമായാൽ നന്ന്. മനോരാജ്യത്തിലെ കൊട്ടാരം ചീട്ടുകോട്ടയാണെന്ന് അറിയുമ്പോൾ മനോനില തെറ്റാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നത് അവർക്ക് നല്ലതാണ്. വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോരെന്തും വീമ്പിളക്കാം എന്നത് വെറും പാട്ടല്ലെന്ന് ഇക്കൂട്ടരെ കാണുമ്പോഴാണ് ബോധ്യമാകുന്നത്.